കേരളത്തിലെ രാഷ്ട്രീയ വാർത്തകൾ നമ്മളെന്നും കാണാറുണ്ട്. എന്നാൽ ആ വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ അജണ്ടകൾ നമ്മൾ എത്രത്തോളം തിരിച്ചറിയാറുണ്ട്? ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചില അവതാരകരും മനോരമ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളും എങ്ങനെയാണ് CPM-നെയും പിണറായി വിജയനെയും ലക്ഷ്യം വെച്ച് ദിവസവും പുതിയ തിരക്കഥകൾ മെനയുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ആദ്യം നമുക്ക് റിപ്പോർട്ടർ TVയിലെ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു പുതിയ കണ്ടെത്തൽ കേൾക്കാം. CPM-ന്റെ പുതിയ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തുടരുന്നതിനെക്കുറിച്ചാണ് അവരുടെ ഈ വലിയ നിരീക്ഷണം. ഒന്ന് കണ്ടു നോക്കൂ. ഇനിയിപ്പോൾ യുവ നേതൃത്വത്തിൽ ആര് എന്ന ചോദ്യം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി നമ്മൾ കാണുന്നത് ബാലഗോപാലും മുഹമ്മദ് റിയാസും മാത്രമാണ്. അപ്പോൾ റിയാസും ബാലഗോപാലും വരാൻ പാടുവോ? ബാലഗോപാലും റിയാസും വരുന്നതിനെ എതിർക്കേണ്ടതുണ്ട് എന്ന് അവരുടെ നിരയിൽ തന്നെയുള്ള യുവ നേതാക്കൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ തുടരട്ടെ എന്ന് ആ നിരയിൽ നിന്നും, രണ്ടാം നിരയിൽ നിന്ന് തന്നെ ആവശ്യം വരുന്നതും അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ തുടരട്ടെ എന്ന് പറഞ്ഞത് അത് പിണറായി വിജയനോടുള്ള താല്പര്യം കൊണ്ടാകണമെന്നില്ല, ഈ നേതാക്കൾ വരരുത് എന്നൊരു താല്പര്യം കൊണ്ട് കൂടി ആകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ നിലയ്ക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. കേട്ടല്ലോ, സ്മൃതിയുടെ കണ്ടെത്തൽ എന്താണ്? മുഹമ്മദ് റിയാസും KN ബാലഗോപാലും പ്രതിപക്ഷ നേതാവാകരുത് എന്ന് പാർട്ടിയിലെ രണ്ടാം നിര നേതാക്കൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണത്രേ പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്ത് തുടരുന്നത്. എത്ര ലളിതമായ എന്നാൽ വിഷം കലർന്ന ഒരു ന്യായീകരണമല്ലേ ഇത്? ഇനി നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ പിണറായി വിജയൻ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് യുവനേതാവായ മുഹമ്മദ് റിയാസിനെ CPM പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലോ? എന്താകുമായിരുന്നു ഇതേ സ്മൃതിയുടെയും മനോരമയുടെയും ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസുകൾ? അന്തിച്ചർച്ചകളിലെ തലക്കെട്ടുകൾ എന്താകുമായിരുന്നു? അവസാനം മരുമകന് വേണ്ടി പിണറായി വഴിമാറി. പാർട്ടിയെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്ത് മരുമകൻ. CPM-ൽ ഇനി മുതൽ മരുമക്കൾ രാഷ്ട്രീയം മാത്രം. ഇങ്ങനെ എത്ര കഥകൾ ഇവർ ഇന്ന് അടിച്ചിറക്കമായിരുന്നു. സത്യമല്ലേ? ഇങ്ങനെ ചെയ്യുമോ എന്ന് സംശയമുള്ളവർ ഈ വാർത്തകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാലും ഇവർക്ക് കുറ്റം. ഇനി അദ്ദേഹം മാറി നിന്ന് മുഹമ്മദ് റിയാസിനെ പോലൊരു യുവ നേതാവിന് അവസരം കൊടുത്താലും അതിലും വലിയ കുറ്റം. മുഹമ്മദ് റിയാസ് എന്ന നേതാവ് DYFIയിലൂടെ പടിപടിയായി വളർന്നു വന്ന ആളാണെന്നോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വോട്ട് നേടി വിജയിച്ചതാണെന്നോ ഇവർക്ക് അപ്പോൾ ഓർമ്മ വരില്ല. പാർട്ടിയിൽ എന്ത് സംഭവിച്ചാലും അതിനെയെല്ലാം മരുമകൻ എന്ന ഒറ്റ ഫ്രെയിമിലേക്ക് ചുരുക്കാൻ ഇവിടെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് തന്നെ കാത്തിരിപ്പുണ്ട്. മുഖ്യമന്ത്രിയെ ഒരു ഏകാധിപതിയായി ചിത്രീകരിക്കാൻ എന്തും പറയാൻ മടിക്കാത്ത മാധ്യമങ്ങളുടെ ജീർണിച്ച മുഖമാണിത്. പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ഇവർ കണ്ടെത്തുന്ന ഏറ്റവും പുതിയ തിരക്കഥ മാത്രമാണ് നമ്മൾ ഈ കണ്ടത്. സത്യങ്ങൾക്കും വസ്തുതകൾക്കും പകരം സ്വന്തം മനസ്സിലെ ഊഹാപോഹങ്ങൾ വാർത്തയാക്കുന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മാധ്യമങ്ങൾ ഒരുക്കുന്ന ഈ വലയിൽ നമ്മൾ വീഴരുത്. ഇനി ഈ വാർത്തയുടെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ കാണുക. എങ്ങനെയാണ് പാർട്ടി തകരാൻ പോകുന്നു എന്നൊരു മുൻവിധിയിലേക്ക് അവർ കാര്യങ്ങളെ തന്ത്രപരമായി എത്തിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ചിന്തിക്കുക. അപ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവാകുന്ന കാര്യത്തിൽ ഒരു പുനഃപരിശോധനയില്ല എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. അതായത് താഴെത്തട്ടിൽ നിന്നും അഭിപ്രായം എടുത്തിട്ടല്ല, മേലെത്തട്ടിൽ നിന്ന് ആ തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ താഴെത്തട്ടിൽ നിങ്ങൾ അത് പറയണ്ട, നിങ്ങൾക്ക് എന്ത് പിഴവ് പറ്റി എന്നുള്ള കാര്യം വിശദീകരിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നിർഭയം വിമർശിക്കാൻ എന്ന് പറഞ്ഞതിൽ നിന്നും പിന്നാക്കം പോകുന്നു പാർട്ടി നേതൃത്വം എന്നാണ് ഞാൻ ആ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇന്ന് വേറൊരു കാര്യം, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഈ തെരഞ്ഞെടുപ്പാനന്തരം നടത്തിയൊരു ആ പ്രസംഗം പുറത്തു വന്നിട്ട് എന്ത് മോശം പ്രസംഗമാണെന്നറിയോ? അദ്ദേഹം പറയുകയാണ്, ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. മതം നോക്കി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പള്ളി നോക്കി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന തെരഞ്ഞെടുപ്പല്ല. അപ്പോൾ അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന വിലയിരുത്തലാണോ ഈ പാർട്ടി നടത്തുന്നത്? ഞെട്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ KK രാഗേഷ് പറയേണ്ടത്, ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയിട്ടാണോ ഈ പറയുന്ന
ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. കുറേ നേരത്തേക്കെങ്കിലും പിണറായി വിജയൻ പിന്നാക്കം പോയത് എന്നുള്ളതാണ്. കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ ടി.ഐ. മധുസൂദൻ എത്രയായിരുന്നു? 49,780 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ പാർട്ടി അണികളുടെ വോട്ട് പോയതിനെ കുറിച്ച് പരിശോധിക്കുന്നതിന് പകരം ഇത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തിരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തൽ നിങ്ങൾ എത്രത്തോളം ആത്മപരിശോധന നടത്തുന്നു എന്നതിന്റെ സൂചനയായി ഞാൻ കാണുകയാണ്. തളിപ്പറമ്പിലെ പരാജയം നോക്കൂ. തളിപ്പറമ്പിൽ പരാജയം നേരത്തെ അറിഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത്. ആ പരാജയം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഭാര്യ പോലും തന്നെ കുറ്റപ്പെടുത്തുന്നു പാർട്ടി സെക്രട്ടറി പറയുകയാണ്. പക്ഷേ കുലംകുത്തി എന്ന് വിശേഷിപ്പിക്കട്ടെ ടി കെ ഗോവിന്ദൻ അവിടെ 12,627 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതും ഈ ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയപ്പോൾ സംഭവിച്ച പരാജയമാണോ എന്ന് പാർട്ടി പറയേണ്ടതുണ്ട്. ഇനി എ വിജയരാഘവൻ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാറുണ്ട്. അത് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. അത് വയനാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴൊക്കെ എ വിജയരാഘവൻ അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എ വിജയരാഘവൻ SDP-ക്കാരുടെ മെഹഫിലിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഭക്ഷണം കഴിക്കുന്ന ഒരു തെറ്റായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം SDP-യുമായി ബന്ധപ്പെട്ട് എന്താണോ നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വിമർശനം ഉയർത്തിയവർ SDP-യുടെ വോട്ട് വാങ്ങുമ്പോൾ അതെങ്ങനെ അത് വിശദീകരിക്കുന്നു എന്നുള്ളത് അണികൾക്ക് കൂടി ബോധ്യപ്പെടേണ്ടേ? ആ ബോധ്യപ്പെടൽ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ സൂചനയായിട്ട് ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അതിൽ നിന്നും കണ്ട ഒരു മനോഹരമായ ദൃശ്യം, ചെയറിൽ നിന്ന് ഇറങ്ങി വന്ന് പിണറായിയുടെ കൈ ചേർത്ത് പിടിക്കുന്ന ജി സുധാകരൻ നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പരാതികൾ ജി സുധാകരൻ പറയുന്ന ഘട്ടത്തിൽ ഈ ചേർത്ത് പിടിക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ജി സുധാകരൻ പാർട്ടിയിൽ നിന്നേ പോകുമായിരുന്നില്ല. അപ്പോൾ ടി കെ ഗോവിന്ദൻ അവസാനം പറഞ്ഞതാണ്, ഈ MLA ആയതിനു ശേഷം ടി കെ ഗോവിന്ദൻ പറഞ്ഞു പിണറായി വന്നിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്, പിണറായി തന്നെ കണ്ടിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ കടുംപിടുത്തമാണ് പലരെയും പാർട്ടിയിൽ നിന്ന് പോകാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം ഒരു പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ പിണറായി വിജയൻ അല്ലാതെ മറ്റാരെന്നൊരു ചർച്ച നടക്കുകയാണല്ലോ. 2021 ജി സുധാകരനും തോമസ് ഐസക്കും മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടത് ബംഗാളിൽ പാർട്ടി തകർന്നത് ഈ യുവ നേതൃത്വത്തിന്റെ അഭാവം കൊണ്ടാണ് എന്ന വിലയിരുത്തലിനെ തുടർന്നാണ്. അപ്പോൾ അതിനുശേഷം 2021 യുവ നേതൃത്വത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ യുവ നേതൃത്വത്തെ കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് ഭരണം അത് പരാജയമായിരുന്നു എന്ന വിലയിരുത്തലിലേക്ക് 2026 ആകുമ്പോഴേക്ക് വരണ്ടേ? അപ്പോൾ ആ തീരുമാനമെടുത്ത നേതാവ് മാറി നിൽക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം. ഇനിയിപ്പോൾ യുവ നേതൃത്വത്തിൽ ആര് എന്ന ചോദ്യം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി നമ്മൾ കാണുന്നത് ബാലഗോപാലും മുഹമ്മദ് റിയാസും മാത്രമാണ്. അപ്പോൾ റിയാസും ബാലഗോപാലും വരാൻ പാടുമോ? ബാലഗോപാലും റിയാസും വരുന്നതിനെ എതിർക്കേണ്ടതുണ്ട് എന്ന് അവരുടെ നിരയിൽ തന്നെയുള്ള യുവ നേതാക്കൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ തുടരട്ടെ എന്ന് ആ നിരയിൽ നിന്നും രണ്ടാം നിരയിൽ നിന്ന് തന്നെ ആവശ്യം വരുന്നതും അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ തുടരട്ടെ എന്ന് പറഞ്ഞത് അത് പിണറായി വിജയനോടുള്ള താല്പര്യം കൊണ്ടാകണമെന്നില്ല, ഈ നേതാക്കൾ വരരുത് എന്നൊരു താല്പര്യം കൊണ്ട് കൂടി ആകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ നിലയ്ക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ആത്യന്തികമായി കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ പൊളിറ്റ് ബ്യൂറോ ഇതിനകം തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇനി അതിലൊരു മാറ്റമില്ല എന്ന് പറഞ്ഞ ശേഷം കേന്ദ്ര കമ്മിറ്റി ഒരു വലിയൊരു മാറ്റത്തിലേക്കൊന്നും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ തുടരാനുള്ള ഒരു വേറെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം നിൽക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് വിശദമായി അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു പരിശോധനയിലേക്ക് വരേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വലിയ ദുരന്തമാണ് പാർട്ടിക്ക് സംഭവിക്കാനിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.